സോ ഗൈസ് ഫൈനലി നമ്മളിതാ സിസു ലേക്ക് കാണുന്നില്ലേ ആ ലേക്ക്, അതാണ് കേട്ടോ സിസു ലേക്ക്. നീ വഴി പോണം, ഇങ്ങനെ പോയാൽ മാത്രമേ എത്തുള്ളൂ. പോ റെഡി. അതാണ് സിസു ലേക്ക്. ഇത് മാൻമെയ്ഡ് ലേക്കാണ്. അതെ, സിസു ലേക്ക് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ലേക്കാണ് കേട്ടോ. സോ ഗൈസ്, സിസു ലേക്ക് പോകാൻ 2 വേ ഉണ്ട്. ഒരെണ്ണം ഒരു ഷോർട്ട് കട്ടാണ്. ഇതെന്താ ആ വഴി നിങ്ങൾക്ക് വരാം, ഇല്ലെങ്കിൽ കറങ്ങി പോകണം. നിങ്ങൾക്ക് കറങ്ങി വരണമെങ്കിൽ കറങ്ങി പോകാം, അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് കട്ട് എടുത്താണ് വന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ പോകാൻ പറ്റും. കണ്ടാ, അതാണ് വഴി. ഈ വഴി എത്തിയ സിസുലേക്ക് എത്തി. പിന്നെ ഇതിൻ്റെ ഒരു ഇതിന്ന് നല്ല വ്യൂ ആണ്, ഫുൾ വ്യൂ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി. പിന്നെ റീൽസ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ വേറെ ലെവല്. അയ്യോ ഇതുണ്ടാ നേരെ. നീ ഒരു കാര്യം കണ്ടേട്ടെ, ഇപ്പുറത്തെ മലയും റൈറ്റും ലെഫ്റ്റ് മലയും നടുക്കും ഒരു ഫുൾ ഐസ് വന്നിരിക്കണുണ്ടോ? അടിപൊളിയല്ലേ അത്. ആ ഒരു വ്യൂ വേറെ ലെവലേട്ടാ. അത് റോട്ടങ് പാസ് ആയിരിക്കും. ഇത്ര ഇങ്ങനെ മര മീൻസ് സ്നോ വരണമെങ്കിൽ റോട്ടങ് പാസ് ആയിരിക്കും. ഇതാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് സിസു വാട്ടർഫോൾ കാണുന്നുണ്ട്. എവിടെയാണത്? ഇവിടെ അതോ നടുക്ക് നിൽക്കുന്നത്, കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് നമ്മളെ സിസു വാട്ടർഫോൾ. പക്ഷെ നമ്മൾ അവിടെ പോവും അല്ലേ? അവിടുത്തെ റൂട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ, റൂട്ട് ഓക്കെ ആണെങ്കിൽ സിസു വാട്ടർഫോളിൽ കാണും, ഇല്ലെങ്കിൽ ഇവിടെ നിറയെ സിസു വാട്ടർഫോൾ കാണും. ഇതാണ് വ്യൂ, കാണിച്ചത് സിസു ലേക്കിൻ്റെ. പിന്നെ സിസു ലേക്കിൽ ബോട്ടിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ടിംഗ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നത് അല്ലേ? കണ്ട, യെസ്. നിങ്ങൾക്ക് ബോട്ടിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. ബോട്ടിങ് വരുന്നവർക്ക് ബോട്ടിങ് ചെയ്യാം. ബോട്ടിങ് ചെയ്യണമെങ്കിൽ എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. ദോ നിൽക്കുന്നൊരു സ്ഥലം കണ്ടോ? ബോട്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ പ്ലേസിൽ ഞാൻ സൂം ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസിൽ പോയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ വഴി നടന്നു പോകാൻ പറ്റുമോ കേട്ടോ? ഈ വഴി ഈ വഴി സുഖമായിട്ട് ഓ ശരിയാണ്. ഈ ലേക്ക് മൊത്തം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് കറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ പെഡൽ ബോട്ട് ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് പോയാൽ മതി. നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റും. റേറ്റ് ഒന്നും എനിക്കറിയില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് കേട്ടോ ലേക്കിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ലേക്കാണ് അല്ലേ? എവിടെ നിന്ന്? ഓ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ലേക്കിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മാൻമെയ്ഡ് ലേക്ക്. നല്ല സ്നോയി സമയത്താണെങ്കിൽ ഫ്രോസൺ ആയി കഴിഞ്ഞാൽ ഫ്രോസൺ ലേക്ക് എന്ന് വിളിക്കാറുണ്ട്. അപ്പം അത് ഇവിടെ നല്ല തണുപ്പൊന്നുമില്ല, മഞ്ഞൊന്നുമില്ല, എല്ലാം അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ മെയ് സീസണൊക്കെ ആയപ്പോൾ സമ്മർ റെയിനി സീസണിലോട്ട് ഇനി പോവുകയാണ്. അതുകൊണ്ടാണ് ഇതിപ്പം ഫ്രോസൺ ആവാതിരിക്കണത്. സാധാ ലേക്ക് പോലെ ഇങ്ങനെ ഇരിക്കണത്, ഇല്ലെങ്കിൽ ഫ്രോസൺ ലേക്ക് അല്ലേ? അങ്ങനെ സിസു ലേക്കല്ല സിസു വാട്ടർഫോളിൽ പോകാൻ പറ്റില്ല. പോകാൻ പറ്റും, പക്ഷേ ആദ്യം സിപ്പ് ലൈൻ വഴി കയറി അങ്ങ് എത്തണം. സിപ്പ് ലൈൻ കയറിയിട്ട് 2 മണിക്കൂർ പിന്നെ നടക്കണം, ട്രെക്ക് ചെയ്ത് എത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത് നിന്ന് സിസു വാട്ടർഫോൾ കാണാൻ പറ്റുള്ളൂ. അത് ഇപ്പം ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ സീസൺ ഒന്നും അല്ലാത്തോണ്ട് സിപ്പ് ലൈൻ ഒന്നും ആൾക്കാരില്ല, അവിടെ ആരും ഇല്ല. ടൂറിസ്റ്റ് ഒന്നും അങ്ങനെ പോകുന്ന കുറച്ചുവരെ പോകുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര തിരക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ പോയില്ല. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് സൊലാങ് വാലിയില് ആഞ്ജനേയ മഹാദേവൻ ക്ഷേത്രം അല്ലേ? അവിടെയാണ്. സൊലാങ് വാലിയിൽ നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം അവിടെ ഫുൾ അഡ്വഞ്ചറസ് ആണ്. അപ്പൊ നമ്മൾ അഡ്വഞ്ചറസ് ചെയ്യുന്നില്ല. അവിടെ ഒന്നുമില്ല, അവിടെ ഫുൾ സ്നോ ഒന്നും ഇല്ല. ഇപ്പം ജസ്റ്റ് ഗ്രീനറി മാത്രമേ ഉള്ളൂ.
ഗ്രീനറി ഒരു ബ്യൂട്ടിയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു. ഗ്രീനറി ബ്യൂട്ടിയാണ്, പക്ഷേ അവിടെ കൂടുതൽ അഡ്വഞ്ചറസ് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ കണ്ടിട്ടും അഡ്വഞ്ചറസ് ചെയ്യാത്തതുകൊണ്ടാണ് സോലം വാലിയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തത്. പക്ഷെ അവിടെ തന്നെ കാണേണ്ട ഒരു പ്ലേസ് ആണ് ആഞ്ജനേയ മഹാദേവ്. കറക്റ്റ് ആണ് ഏട്ടാ. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ പോകുന്നത് ഹോഴ്സ് റൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറെങ്കിലും ട്രക്ക് ചെയ്ത് നടക്കാനുണ്ട് ആ ക്ഷേത്രം. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ സിസു വാട്ടർഫോളിൽ പോയില്ലെങ്കിൽ വിഷമം വേണ്ട കേട്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒക്കെ ഇവിടെ ആൾക്കാരെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് പോവാം നേരെ സോലൻ വാലിയിലെ ആഞ്ജനേയ മഹാദേവ് ക്ഷേത്രത്തിൽ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ അട്ടൽ ടണൽ കഴിഞ്ഞ് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അട്ടൽ ടണൽ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഒന്നുണ്ട്, ഒരു പാലം. അടിപൊളിയാണ് ആ പാലം. കാണിച്ചു തരാമേ. ആക്ച്വലി ഇവിടെ എല്ലാവർക്കും ഇവിടെ ആക്ച്വലി ഫോട്ടോയും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു പാലം, ഈ ഒരു പാലം വേറെ ലെവലാണ്. കാരണം ഇത് രണ്ട് സൈഡിലും ഈ കളർഫുൾ ഫ്ലാഗ് പോലെയൊക്കെ ഓരോ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ആക്ച്വലി എൻ്റെ ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയണ്ട, ഒന്ന് ഈ ഒരു ചന്ദ്ര ബ്രിഡ്ജ്. കാണിച്ചു തരാമേ. ഈ ഒരു ചന്ദ്ര ബ്രിഡ്ജ് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഫ്ലാഗ് പോലെയാണ് അല്ലേ, ഫ്ലാഗ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. സോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് തൊട്ടതാ ഈ ഭാഗം. ഇതണ്ട ഈ ഒരു സ്നോ പോയിന്റ് എൻ്റെ ഏട്ടൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ ഏട്ടാ? സൂപ്പർ ആയിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ നമ്മുടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാറുണ്ട്. അതും കൂടെ എടുത്തിട്ട് വേണം ഇനി നമുക്ക് ആഞ്ജനേയ മഹാദേവ ടെമ്പിളിൽ പോകാം, സോലൻ വാലിയിലുള്ള. ഫൈനലി ഇതാ നമ്മൾ സോലാൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ നിങ്ങൾ കണ്ട മനസ്സിലാക്കാം, ഫുൾ അഡ്വഞ്ചറസ് ആണ് കേട്ടോ. അഡ്വഞ്ചറസ് കാര്യങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഭയങ്കര പക്ഷെ അത്രയ്ക്ക് ക്രൗഡില്ലല്ലേ. എനിക്കൊന്ന് വൈകുന്നേരം ആയതുകൊണ്ട് ഈവനിങ് ആയി, ഏകദേശം 5:30 ആവാറായി. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇങ്ങനത്തെ പാരാഗ്ലൈഡിങ്, സിപ്പ് ലൈൻ, പിന്നെ പുതിയൊരു സാധനമാണെന്ന് തോന്നുന്നത്. ഞാൻ വീഡിയോസിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. റോപ്പ് വേ എന്ന് പറഞ്ഞൊരു സാധനം, അത് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് ഹൈറ്റ് പേടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഡയറക്റ്റ് നമ്മളെവിടെ പോകുന്നത് അഞ്ജനി മഹാദേവ് ടെമ്പിളാണ് പോകുന്നത്. കിഡ്സിന് കളിക്കാനാണെങ്കിൽ കിഡ്സിന് കളിക്കാനുള്ള സാധനമുണ്ടല്ലോ. പക്ഷെ എനിക്ക് ആ സാധനം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്ലീസ് ഗവൺമെന്റ്, നിങ്ങൾ നമുക്കും കൂടെ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യണം, എന്നാലേ എനിക്കും കൂടെ കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. 1.6 കിലോമീറ്റർ ഉണ്ട് അഞ്ജനി മഹാദേവ് ടെമ്പിൾ എത്താൻ. ട്രക്കിംഗ്, ഒന്നുകിൽ ട്രക്കിംഗ് രീതിയിൽ പോവാം, അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് വഴി നമുക്ക് പോവാം. ഗൈസ്, നമ്മൾ വന്നപ്പം അടിപൊളി കേട്ടാ. നോക്ക്, കുതിരയും പട്ടിയും കൂടെ കളിക്കുന്നത് സെറ്റ് കേട്ടാ. അത് കളിക്കാൻ വിളിക്കണതാണ് കേട്ടോ. പോയി കളിക്കടാ കുതിര ഇങ്ങോട്ട്. സോ ഗൈസ്, ഫൈനലി നമ്മൾ അഞ്ജനി മഹാദേവ് ടെമ്പിളിന്റെ അവിടെ കൂടെ നമ്മൾ ട്രെക്ക് ചെയ്ത് പോയാണ് ഗൈസ്. നമ്മളെല്ലാവരും വിചാരിക്കും ഹെൽമെറ്റ് വെച്ചിങ്ങനെ എന്താണ് സംഭവം, ഹെൽമെറ്റ് ആരെങ്കിലും അടിച്ചു പോകുന്ന പേടിച്ചിട്ട് കൈ പിടിച്ചോണ്ട് പോകാൻ മടിച്ചിട്ട് തൈ വെച്ചോണ്ട് നടക്കുന്നതാണ്. അതാകുമ്പോൾ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് ഇതാണ് അതിലെ പോണ വഴി. നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്ത് വഴി നമുക്കിവിടെ വരാം. പക്ഷെ അവർ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത്. 500 രൂപയാണ് പറഞ്ഞത് പെർ പേഴ്സൺ.
1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണേ. 1 കിലോമീറ്റർ ഉള്ളു. അപ്പം നമുക്കാണെങ്കിൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അല്ലേ? നമ്മൾ നടന്നു ആവും, ഈ ബ്യൂട്ടി കണ്ടെന്നു ആവും, അതേപോലെ താരതാ പോസിൻ്റെ 2 ഒക്കെ കണ്ടെന്നു ആവും. അതൊക്കെ ചവിട്ടി ചവിട്ടി പറഞ്ഞ വ്യത്യാസം കുറേ ദൂരം ഉണ്ട് കേട്ടോ. നടന്ന് പോകാം ഗൈസ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ പാതി ആരോഗ്യം പോകും. ഓക്കെ, ഇതാ പറഞ്ഞ ഹോസ്റ്റൽ പറഞ്ഞ കാണിച്ചോട്. ഇങ്ങനെ വരും രാജകുമാരനും രാജകുമാരിയെ കണക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആള് നടക്കേണ്ടി വരും, കൊണ്ടുപോകാൻ ആള് നടക്കണേ. പിന്നെ അവരെന്തൊരു മോളിൽ കെട്ടിട്ട് വരും. പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓ ഏതൊക്കെ വഴി ഇവിടെ പോണെന്ന്. അയ്യോ, വല്ല ഷോർട്ട് കട്ട് എടുത്ത് വേണം. അയ്യോ ആ കാൽ പൊക്കി എടുക്കാൻ. ഗൈസ്, ഇതാണ് എൻ്റെ ബാധ. പാവം കേട്ടോ, സത്യം പറഞ്ഞാൽ ഇവൻ ഒരുപാട് ചുമന്ന്. എനിക്ക് പേടി വരുന്ന ടൈമിൽ ഇവൻ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ബാധ കിലോമീറ്റർ കിട്ടുന്നേ. ഇതാണ് ആക്ച്വലി എൻ്റെ അപ്പൻ. കണ്ടോ, പാവമാണ് കേട്ടോ ഈ അപ്പൻ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എനിക്ക് ആദ്യം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. സത്യമായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ അഞ്ജനി മഹാദേവി വരണമെങ്കിൽ മസ്റ്റായിട്ട് ഹോഴ്സ് റൈഡ് ചെയ്യണം. 800 rupees ആണ്, പക്ഷെ അത് വെർത്തിച്ചാണ്. ആദ്യം പേടിയായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ഞാൻ അതിൽ ആക്ച്വലി യൂസ് ചെയ്യല്ലേ. നടക്കാനാണെങ്കിൽ 2.5 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാണ് അവങ്ങേന് പറഞ്ഞത്. പക്ഷെ അത്രയും കാണുമെന്ന് തോന്നുന്നു നടക്കുന്നതനുസരിച്ച്. പക്ഷെ എന്റെ കുതിര, അവന്റെ പേരാണ് ബദില, നിങ്ങൾ കാണിച്ചിട്ടില്ല. അങ്ങോട്ട് നടന്ന് ഈ പാലം കിടങ്ങിട്ട് പോയി. നടന്നോ? നടക്കമ്മു നടക്ക്, നീ നടന്നിരിക്കും, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. നടമ്മു നട 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 നടക്കാതെ ഒന്നും പറ്റില്ല. ചുമ്മാ സിപ്പ് ലൈൻ പോയി അവള് ചാവും. നീ അങ്ങ് നടന്നാ മതിയായിരുന്നു. പേടിക്കാനില്ല, അങ്ങനെ ഇല്ല. നീ സ്പീഡിൽ നടന്നാലേ പ്രശ്നം. പതുക്കെ നടക്കണമെങ്കിൽ പേടിക്കേണ്ടത്. എന്റെ കുതിര ബാതിൽ അടിപൊളിയാണ്. എന്റെ ഗൈസ്, നമ്മളെ രണ്ടുപേരെയും ഹോസ്, ഒന്ന് ബാദലും ഒന്ന് ഷേരുവാ. ഷേരു
രണ്ടരും കിടിലോ സ്കിൽ. എന്തെന്നറിയുമ്പോൾ നമ്മളെ പോലെ തന്നെ ഷോർട്ട് കട്ട്. നേരെ വരുന്ന നമ്മൾ ഷോർട്ട് കട്ട് കൂടെ മനയെ കൂടെ ഇങ്ങനെയൊക്കെ കയറി വരണം. പക്ഷെ സെറ്റ് അടിപൊളി. ആദ്യം നമ്മൾ ഹോഴ്സ് റൈഡിൽ കയറേണ്ടതാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ഒരു അഡ്വഞ്ചറും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച്, ഒരു അഡ്വഞ്ചറും ചെയ്യാത്തതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് കയറിയതാണ് ഹോഴ്സ് റൈഡിങ്. പക്ഷെ അത് വെർത്തിറ്റാണ് കേട്ടോ, ഭയങ്കര വെർത്തിറ്റാണ്. അപ്പം ഇനി അഞ്ചര മഹദേവ് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കാണിച്ചോട്. ഇവിടെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോന്ന് ഓൾറെഡി താമസിച്ചെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. പെട്ടെന്ന് പോകാനാണ് പറഞ്ഞത്. പെട്ടെന്ന് പോകാൻ പറ്റില്ലേ നടക്കുന്നത്. ഓ ഈ വഴി പോടാ, ആ വഴിയാണ് എളുപ്പം. വാ മോളിൽ കണ്ട വാട്ടർഫോള് അതിൻ്റെ താഴെയാണ് ആക്ച്വലി ശിവലിംഗം ഇരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഐതിഹ്യം ആക്ച്വലി ഒരു സയൻസ് ഫിക്ഷണൽ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഏട്ടാ. അതായത് സ്നോ ഉള്ള ടൈമിൽ ആ ശിവലിംഗം സ്നോ പോലെ ഇരിക്കും. അല്ലാത്ത ടൈമിൽ ഈ വാട്ടർഫോൾ കറക്റ്റ് ശിവലിംഗത്തിൻ്റെ മീൻസ് തലയിലല്ലേ ടോപ്പിലാണ് വീഴുന്നത്. കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളിയാണ്. നമ്മൾ കയറിപ്പോണ സ്റ്റെപ്പുകളൊക്കെ സ്നോ കൊണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. അതാണ് അവിടുത്തെ ആൾക്കാരെ പറഞ്ഞാൽ സ്നോ ഉണ്ടെന്നേ. ഞാൻ ഇതെന്തോ സ്നോ എന്നാണ് ആലോചിച്ചത്. ഇതിനാണ് സ്നോ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചറുക നയിച്ചാണ് കേട്ടോ. പതുക്കെ ബാക്ക് വെച്ച് ചവിട്ടിപ്പോ. ഹലോ നീ അപ്പുറത്ത് വെക്കല്ലേ, അല്ല ഈ തടി കൂടെ കയറി പോട്. പൊന്നേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു കേട്ടോ സ്നോയിൽ കൂടെ നടന്നു വരുന്നത്. എനിക്കിന്ന് ആക്ച്വലി ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സൈറ്റ് സീയിങ് എന്ന് ഞാൻ പറയില്ല, ഇതൊരു അഡ്വഞ്ചർ സൈറ്റ് സീയിങ് ഒരു ഡിവൈൻ ഫീല്. അഞ്ജനി മഹാദേവ് മസ്റ്റ് വിസിറ്റ്. എങ്ങനെയാണോ വരാം ഇവിടെ? ഒന്നെങ്കിൽ നടന്നു വരാം, അല്ലെങ്കിൽ ATV വരാം, ഇല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് ചെയ്ത് വേണമെങ്കിൽ വരാം. ഇങ്ങനെ വന്നാലും അടിപൊളിയാണ് കേട്ടോ. പക്ഷെ വരണം. സത്യം പറഞ്ഞ സോലാങ്ക് വാലിയെക്കാട്ടിലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. അധികം എല്ലാവർക്കും അറിഞ്ഞിടൊന്നും, അതാണ് ക്രൗഡഡ് അല്ല. ബട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാണ് നല്ലത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും നമ്മളിനി ബാദലിൻ്റെ നമ്മൾ ബാദലിൽ ഷെയറിൻ്റെ അടുത്ത് നമ്മൾ പോയാണ്. അവിടെ നേരെ നമ്മൾ റൂമിൽ പോകും. ഓക്കെ, അപ്പം
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കമന്റും കൂടി ഇട്ടത് നമുക്ക് സന്തോഷത്തിന്. അതെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈറ്റിംഗ് ഏതെന്നും കൂടെ പറഞ്ഞു. ഓക്കെ, ഓക്കെ, ലവ് യു, ടേക്ക് കെയർ. ജസ്റ്റ് ഓടിപ്പോമോ? ഓടിപ്പോ.